നമസ്കാരം. വീണ്ടും ഒരു നോർത്ത് ഇന്ത്യൻ യാത്ര പോവുകയാണ്. ഞങ്ങൾ കേരളത്തിൽ നിന്ന് ആദ്യം പോകുന്നത് ഡൽഹിയിലേക്കാണ്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ശനിയാഴ്ചയും രാത്രി 7:10 ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്ന മില്ലേനിയം എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകുന്നത് മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ്സിനാണ്. അതിവിടെ രാവിലെ 8:35 ട്രെയിൻ ഇതാ ഇവിടത്തേക്ക് ഒരു 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഏറനാട് എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 2 കടന്നു വരികയാണ്. ഇനിയിപ്പോൾ ഇതിന് കയറി എറണാകുളത്തോട്ട് പോകാം. D2 ആണ് നമ്മുടെ കോച്ച്, സെക്കൻഡ് സിറ്റിങ്. നീലേശ്വരത്ത് നിന്ന് യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 4:50 സമയം. സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നിലവിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നവീകരണമാണല്ലോ. അപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുന്നൊരു കാഴ്ച ഇങ്ങനെയാണ്. ആ ഷീറ്റൊക്കെ ഇട്ട് മൊത്തം മറിച്ചിട്ടാണുള്ളത്. കൊച്ചി മെട്രോ അതുവഴി കടന്നു പോവുകയാണ്. ഇനിയിപ്പോൾ നേരെ ഇതുവഴി നമുക്ക് സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാം. പ്ലാറ്റ്ഫോം നമ്പർ 3 ഇതാ ഓൾറെഡി മില്ലേനിയം എക്സ്പ്രസ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. ഇവിടെ 2 നമ്പർ പ്ലാറ്റ്ഫോമിൽ എറണാകുളം കായംകുളം പാസഞ്ചർ. അപ്പോൾ ഇതിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 2 അൺറിസേർവ്ഡ് മുന്നിലും 2 അൺറിസേർവ്ഡ് പുറകിലും 4 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. സ്ലീപ്പർ ക്ലാസ് 9 എണ്ണം ഉണ്ട്. തേർഡ് AC 5 എണ്ണം, 2 സെക്കൻഡ് AC. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന കോച്ച് ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ് ആണ് S9. ഇതാ ഈ തൊട്ട് മുന്നിൽ തന്നെയാണ്. പിന്നെ ഇവിടുന്ന് കയറുക കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ഹൈറ്റാണ് ആ ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗത്തേക്ക്. മലയാളത്തിൽ തന്നെയാണ് ബോർഡൊക്കെ ഉള്ളത്. എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ ട്രെയിൻ നമ്പർ 126:45. എറണാകുളത്തിൻ്റെ ഇവിടെ കഥകളിയാണ്, ഡൽഹിൻ്റെ അവിടെ ഇന്ത്യ ഗേറ്റ്. ഇനിയിപ്പോൾ നമുക്ക് കോച്ചിലോട്ട് കയറാം. ഇത് ഇവിടെയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഓൾറെഡി. ആദ്യമായിട്ട് നവി തന്നെ കയറിക്കോ. കുറച്ച് ബുദ്ധിമുട്ടാണ്. S9 നമ്മുടെ ബെർത്ത് ഉള്ളത് അങ്ങ് അവിടെയാണ്. 43-ഉം 46-ഉം. ആരും ഇതുവരെ കയറിയിട്ടില്ല. ഇതാ 46 ഇവിടെ ഉണ്ട്, ഒരു അപ്പർ ബെർത്ത്. 43 ഇതാ ഇവിടെ 2 അപ്പർ ബെർത്താണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. നല്ല വൃത്തിയുള്ളൊരു കോച്ച് തന്നെയാണ്. മില്ലേനിയം എക്സ്പ്രസ്സിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 1.5 മാസം മുന്നെയാണ്. 40ഓളം ബെർത്തുകൾ അവൈലബിൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്തു. ഇവിടുന്ന് ഡൽഹിയിലേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിന് വന്ന ടിക്കറ്റ് ചാർജ് 940 രൂപയാണ്. നമ്മളോട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സിലത്തെ യാത്ര നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ അല്ലെങ്കിൽ നേരെ AC എടുക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനും മനുവും ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് ഡൽഹി ഭാഗത്തേക്ക് മംഗളക്ക് പോയിട്ടുണ്ട് സ്ലീപ്പറിൽ, കേരളക്ക് പോയിട്ടുണ്ട്, ഹിമസാഗർ, ഇപ്പം പോകുന്ന മില്ലേനിയം, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുവേളി, യോഗനഗിരി, ഋഷികേശ്, പിന്നെ അതുപോലെ തന്നെ അമൃത്സറിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുവാണെങ്കിൽ കൂടി നമ്മൾ കൂടുതലും ഈ സ്ലീപ്പറിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കാര്യമായിട്ട് അങ്ങനെ മോശമായിട്ട് അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ നിലവിലത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്തുണ്ടെങ്കിൽ സ്ലീപ്പർ അപേക്ഷിച്ച് AC ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് കംഫർട്ടബിളിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഏപ്രിൽ മാസമാണ്, കാരണം ഭയങ്കര ചൂടാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ 2 ദിവസം ഉണ്ട് ഈ ട്രെയിനിൽ. അതായത് ഇന്ന് ശനിയാഴ്ച കയറി കഴിഞ്ഞാൽ നമ്മൾ തിങ്കളാഴ്ച വൈകുന്നേരം ഡൽഹി എത്തുള്ളൂ. അപ്പോൾ ആ ഒരു ചൂടൊക്കെ നോക്കിയിട്ട് എന്തായാലും AC എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ തന്നെ സ്ലീപ്പറിൻ്റെ അവസ്ഥ എന്തൊക്കെയാണെന്ന് ഒരു 2 ദിവസത്തെ കാഴ്ചകളൊക്കെ നോക്കി അത് വഴിയെ കാണാം. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് ഒക്കെ ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. അജ്നി ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WP7 ആണ് ലോക്കോമോട്ടീവ്. ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ ഈ ലോക്കോമോട്ടീവ് തന്നെയാണ്. ട്രെയിൻ നമ്പർ 126:45 എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന മില്ലേനിയം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 19:10 പുറപ്പെടും. യാത്രിयों कृपया ध्यान दीजिए. गाड़ी नंबर 12645 एर्नाकुलम से निजामुद्दीन तक जाने वाली मिलेनियम सुपरफास्ट एक्सप्रेस. നമ്മുടെ സ്ലീപ്പർ ക്ലാസ്സിലെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് അൺറിസേർവ്ഡ്. ഈ അൺറിസേർവ്ഡിലത്തെ ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഈ ഭാഗത്തെ ടോയ്ലറ്റൊക്കെ എന്തായാലും യൂസ് ചെയ്യും. ഇത് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വലിയൊരു പ്രശ്നമില്ല. കണ്ട ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്. കറക്റ്റ് 7:10 തന്നെ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അങ്ങനെ എറണാകുളത്ത് നിന്നാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്.
8 Ernakulam Guruvayur passenger Ernakulam Junction platform number 5 पे ഇനി അടുത്ത സ്റ്റോപ്പ് ആലുവയിലാണ്. रवाना हो. Your attention please. Train number 56318 Ernakulam Guruvayur passenger will leave from Ernakulam Junction platform number 5 at 19 hours. സ്ലീപ്പർ ക്ലാസ്സിൽ ഇപ്പോൾ വലിയ തിരക്കൊന്നായില്ല. എന്തായാലും തൃശ്ശൂരൊക്കെ എത്തണം. തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂരൊക്കെ ഉണ്ടല്ലോ. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്. ആലപ്പുഴ. ബാംഗ്ലൂരിലേക്കുള്ള ബസ്സൊക്കെ പോയി തോന്നുന്നു. അവിടെ ഒരു ഐരാവതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കർണാടകേൻ്റെ വണ്ടി അത്. പിന്നെ ഇതാ ഗജരാജ് ഇതാ ഇവിടെ തന്നെ ബാംഗ്ലൂർ. ട്രെയിൻ ഇപ്പോൾ കളമശ്ശേരി റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. ഒരു 80 km/h സ്പീഡിലാണ് ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 7:36 ട്രെയിൻ ഇതാ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അൺറിസർവ്ഡിലൊക്കെ കയറാൻ നല്ല തിരക്കുണ്ട് ഇവിടെ. ആലുവ കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരാണ് സ്റ്റോപ്പ്. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ് ട്രെയിൻ. ട്രെയിൻ നമ്പർ 126 എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന മില്ലേനിയം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. ഒരു ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ഇപ്പോൾ ഉണ്ടായിരുന്നതേ ഉള്ളൂ. ജസ്റ്റ് മിസ്. ഈ തൊട്ട് മുന്നിൽ കാണുന്ന സൈഡ് ലോറില്ലേ, അത് RAC ആണ്. തൃശ്ശൂരിൽ നിന്നാണ് ഇവിടെയുള്ള ആൾക്കാർ വരിക. അതായത് ഈ ഒരു ബർത്തിൽ 2 പേര് ഷെയർ ചെയ്ത് പോകണം. ചാർട്ട് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. 8:34 ട്രെയിൻ ഇതാ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് രാത്രി കഴിക്കാനുള്ള ചപ്പാത്തി വാങ്ങിക്കാം. ചപ്പാത്തി, ഒരു വെജ് കറി. നല്ല തിരക്കുണ്ട് ഇവിടുന്ന്. നമ്മുടെ ബെർത്തിൻ്റെ താഴെയുള്ള 2 ലോവറിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്നാണ് കയറുന്നത്. ചപ്പാത്തിയും വെജ് കറിയാണ് വാങ്ങിച്ചത്. കടലക്കറിയാണ് ഇത്. അപ്പോൾ 3 ചപ്പാത്തി ഉണ്ട്. രാത്രിക്ക് ഇതാണ് കഴിക്കുന്നത്. പിന്നെ ഞങ്ങളുണ്ടല്ല, വലിയൊരു യാത്രയാണ്. അപ്പോൾ ഈ ബെർത്തിൽ ഈ ഫുഡൊക്കെ വെച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഇതൊക്കെ ഈ വേസ്റ്റൊക്കെ ചിലപ്പോൾ ബെർത്തിലായാൽ അത് മോശമാണല്ലോ. അപ്പോൾ ചെറിയൊരു പത്രമൊക്കെ വിരിച്ചിട്ടുണ്ട്. ചപ്പാത്തി ഒരു പ്ലേറ്റിന് 60 രൂപയാണ് ആയത്. പിന്നെ പാക്കിൻ്റെ പുറത്ത് തന്നെ ഡേറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ സ്റ്റേഷനിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡേറ്റ് നോക്കുക. നമ്മൾ വാങ്ങിക്കുന്ന ഫുഡിൻ്റെ ഡേറ്റ്, അതുപോലെ തന്നെ എത്ര രൂപയാണ് അതിന് ചാർജ്, അതൊക്കെ പാക്കറ്റിൻ്റെ പുറത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. തൃശ്ശൂർ കഴിഞ്ഞതിന് ശേഷം ട്രെയിനിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ കാഴ്ച കണ്ട. ഇപ്പോൾ പാലക്കാട് എത്താനായി. അധികം തിരക്കേ ഇല്ല. കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും നല്ലൊരു റഷ് എന്തായാലും ഉണ്ടാവുക. ഈ ട്രെയിനിൻ്റെ കേരളത്തിലെ അവസാന സ്റ്റോപ്പായ പാലക്കാട് 9:42 പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ 5ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. 4 ഇവിടെ മറ്റൊരു ട്രെയിനുണ്ട്.
അതുള്ളത് കൊണ്ടാണ് ഒരു 5 വന്നത്. ഇത് കന്യാകുമാരി KSR ബംഗളൂരു ഐലൻഡ് എക്സ്പ്രസ് ആണ്. കന്യാകുമാരി ചെന്നൈ എഗ്മോറായിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടി. ഐലൻഡ് എക്സ്പ്രസ് ഇവിടുന്ന് എടുത്ത് പെട്ടെന്നാണ് സ്പീഡ് കൂടിയത്. ഇരുതാ പാലക്കാട് 3 മിനിറ്റാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ ഇവിടെ എത്തിയാലിതാ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഫുഡൊക്കെ വാങ്ങിക്കാം. അടുത്തതിന് തമിഴ്നാട്ടിലാണ് സ്റ്റോപ്പ്, കോയമ്പത്തൂർ ജംഗ്ഷൻ. ഡോറിൻ്റെ ഭാഗത്തുള്ള ഈ പുറത്തിലൊന്നും ആരും തന്നെ വന്നിട്ട. മിക്കവാറും കോയമ്പത്തൂരാകാം ഈ ഭാഗത്തെ ആൾക്കാരൊക്കെ കയറുന്ന ഒരു സ്ഥലം. 4 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് കടന്നു വരികയാണ്. ബാംഗ്ലൂരിലേക്ക് 2 വണ്ടികളാണ് ഒരേ സമയം കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വലിയ ആൾക്കാരൊന്നും ട്രെയിനിലില്ല. കോയമ്പത്തൂരൊക്കെ കഴിയണം തോന്നുന്നു നല്ല ആൾക്കാർ വരാൻ. ഇന്ന് രാത്രി മുഴുവനും തമിഴ്നാട് വഴിയാണ് ട്രെയിൻ പോകുന്നത്. നാളെ വെളുപ്പിന് ഒരു 5 മണിക്ക് ശേഷം ഈ ട്രെയിൻ ആന്ധ്രാപ്രദേശിലേക്ക് എത്തും. അതായത് നമ്മൾ ഉറങ്ങി അടിക്കുന്ന സമയത്ത് കാണുന്നത് തിരുപ്പതി ഭാഗത്തായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്ത സ്റ്റോപ്പ് 11:30 ആവും ഏകദേശം കോയമ്പത്തൂർ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം എന്താ പറയുക, ഇന്ന് രാത്രിയിലത്തെ കാഴ്ചകളൊക്കെ ഇവിടെ വെച്ച് വൈകിപ്പിക്കുകയാണ്. ഇനി നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6:55. ട്രെയിൻ ഇത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ രാവിലെ 7:10 7:15 ട്രെയിൻ എടുക്കേണ്ടത്. നേരത്തെ തന്നെ എത്തി. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് എങ്ങനെ ട്രെയിൻ വഴി തിരുപ്പതിയിൽ എത്തിച്ചേരാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഴങ്ങി തിരുപ്പതിയിലേക്ക് വന്ന യാത്രയിലൊക്കെ പറയണ്ടേ. അതിൽ വരാൻ പറ്റിയ ഒരു നല്ലൊരു ട്രെയിൻ തന്നെയാണ് മില്ലേനിയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ വരുമ്പോൾ തന്നെ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എടുത്താലും ഒരു കുഴപ്പമില്ല. കാരണം ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങുകയും ചെയ്തു. നമുക്ക് ഇവിടുന്ന് തിരുപ്പതിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തിരുമല ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി ബസ്സുകളൊക്കെ കിട്ടും. AC ബസ്സും കിട്ടും, non-AC ബസ്സും കിട്ടും. അപ്പം ഡീറ്റെയിൽ എല്ലാ വീടും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് കേരളത്തിൽ നിന്ന് വരാൻ പറ്റിയ വണ്ടി തന്നെയാണ് മില്ലേനിയം. ഇത് നമ്മുടെ വണ്ടി വന്നത് 1 നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇത് 2 നമ്പർ പ്ലാറ്റ്ഫോം 3 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് SMVT ബംഗളൂരിലേക്ക് പോകുന്നൊരു എക്സ്പ്രസ്. തിരുപ്പതിയിൽ നിന്ന് അങ്ങനെ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്തതിന് റേണിഗുണ്ട. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലെ നവീകരണമാണ്. ഇവിടെ കൂടുതലും സ്ലീപ്പർ ബസ്സുകളാണ്. AC ഉണ്ട്, non-AC ഉണ്ട്. കർണാടക വണ്ടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സ്മാർട്ട് ബസ്. ഇവിടെ കർണാടകൻ്റെ RTC കേട്ടാ. ലെഫ്റ്റിൽ കാണുന്ന ട്രെയിനാണ് തിരുപ്പതി കൊല്ലം എക്സ്പ്രസ്. തിരുപ്പതിക്ക് ശേഷം വണ്ടി ഒരു സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. S8 കോച്ച് 2022 മേടാണ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന S9 ഇല്ലേ 2015 മേടാണ്. ഒരു തല്ലിപ്പൊളി കോച്ച് എന്ന് തന്നെ പറയാം. അകത്ത് വലിയ വൃത്തിയൊന്നുമില്ല. ഇത് വണ്ടി ഇവിടെ ഒരു 5 മിനിറ്റിന് മുകളിലായി നിർത്തിയിട്ട്. അതിലൂടെ ഒരു വണ്ടി വരുന്ന കാണുന്നില്ലേ, ഇത് നല്ലൊരു വളവാണ്. നല്ലൊരു ഫ്രെയിം തന്നെയാണ്. റേണിഗുണ്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി. അതിന് മുന്നെയാണ് വലിയൊരു വളവ്.
7:44 ട്രെയിൻ ഇത് റേണിഗുണ്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം പോയി വാങ്ങാം. ആ ഭാഗത്തായിട്ടുണ്ടാവും. ഇഡ്ഡലിയോടെ വാങ്ങിക്കാം. ഇവിടെ ഏതൊക്കെയോ ട്രെയിൻ വരാനുണ്ട്. അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് വാങ്ങിക്കാം. ഇഡ്ഡലി വടക്ക് 60 രൂപയാണ് ഒരു പ്ലേറ്റിനായത്. 3 ഇഡ്ഡലിയും 1 വടയാണുള്ളത്. അതോടൊപ്പം തന്നെ സാമ്പാറും ഉണ്ട്. പിന്നെ ഇത് ചട്നിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഓരോരോ നേന്ത്രപ്പഴം കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ട്രെയിൻ ഇപ്പോൾ ഗുഡൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡൂർ ജംഗ്ഷൻ വരാൻ കാരണം ഈ കാണുന്ന ട്രാക്കില്ലേ, ഇത് ചെന്നൈ സുലൂരിപ്പേട്ടെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ വന്ന തിരുപ്പതി റൂട്ട്, ഇനിയിപ്പോൾ പോകുന്ന നെല്ലൂർ റൂട്ട്. ട്രെയിൻ അങ്ങനെ ഗുഡൂരിലെത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ മില്ലേനിയം എക്സ്പ്രസ്സിന് പാൻട്രി കോച്ച് ഇല്ല. അതായത് ഓൺ ബോർഡ് കാറ്ററിംഗ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ സ്റ്റേഷനിൽ എത്തിയിട്ട് വാങ്ങിക്കേണ്ടി വരും. ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണമൊക്കെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് നമ്മൾ സീറ്റിൽ തന്നെ കൊണ്ടുതരുമല്ലോ. ബെറ്റർ ആയിട്ട് ഫുഡ് നമുക്ക് തോന്നിയത് തന്നെയാണ്. പിന്നെ ഇതാ ഇവിടെ തന്നെയാണല്ലോ അൺറിസർവ്ഡ്. നല്ല തിരക്കുണ്ട് അതിനൊക്കെ. 9:18 ഗുഡൂരിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്തതിന് ഓങ്കോളിലാണ് സ്റ്റോപ്പ് ഉള്ളത്. 155 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. അതിനിടയിൽ നെല്ലൂരിൽ നിന്ന് സ്റ്റോപ്പില്ല. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന വഴി 2 റൂട്ടുകളുണ്ടല്ലോ. കൊങ്കൺ റൂട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് ടണലുകളും പാലങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങ് പോവാം. ഈ വിജയവാഡ വഴി പോകുന്ന സമയത്താണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല. പിന്നെ നമ്മൾ നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ രാത്രി, നാളെ ദിവസം എന്തായിരിക്കും ഇതിൽ ഈ പറഞ്ഞ ജല ടിക്കറ്റൊക്കെ എടുത്ത് സ്ലീപ്പർ കയറുന്നു. അങ്ങനെ ഇതുവരെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വിജയവാഡ കഴിഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പം ഞങ്ങൾ നേരെ എന്ത് ചെയ്യുക, നമ്മുടെ അപ്പർ ബർത്തിൽ തന്നെ കയറി കയറുന്നു. ശരിക്കും നമ്മൾ ഈ ലോങ് യാത്രയ്ക്ക് പോകുമ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ പ്രിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പർ ബർത്ത് ചൂസ് ചെയ്യുന്നതിനും കുറച്ചും നല്ലത്. അതാകുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മേലെ കയറി കിടക്കാം. നമ്മുടെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്, നമ്മളങ്ങനെ കയറി കിടക്കും. പിന്നെ വേറെ പാസഞ്ചർ ആരും തന്നെ വരില്ല. അപ്പം മിഡിൽ ബർത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ പകൽ സമയത്ത് ഉയർത്തി കിടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ അറിയാമല്ലോ, താഴെ ലോവറിൽ ആളുകളൊക്കെ ഇരിക്കുമല്ലോ. അപ്പം ഇതേപോലെ RAC അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും കംഫർട്ടബിൾ വരുന്നത് അപ്പർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും എല്ലാ സമയത്തും അത് തന്നെ എടുക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് ഓങ്കോളാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ, ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം അവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് അത് വാങ്ങുകയും ചെയ്യാം. 11:07 ഓങ്കോളിൽ ഇതാ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഭക്ഷണം കൊണ്ട് ഇതുവരെ ആരും നമ്മുടെ കോച്ചിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അവർ പുറപ്പെടേണ്ട സമയമാകുമ്പോഴേ എന്തായാലും പെട്ടെന്ന് വരുള്ളൂ. വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റത്തെ ഹോൾട്ടിന് ശേഷം ഓങ്കോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്തതിന് വിജയവാഡയിലാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഇവിടെ നിന്നൊരു സംഭവം ഉണ്ടായി. അതെന്താണെന്ന് പറയാം. കാര്യം വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ ഓങ്കോളിൽ നിന്ന് ഭക്ഷണം ബുക്ക് ചെയ്തില്ലേ, അത് നമുക്ക് കിട്ടിയില്ല. ട്രെയിൻ പുറപ്പെടുന്ന സമയം വരെ ഞങ്ങൾ ഡോറിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അവസാനം ട്രെയിൻ പുറപ്പെട്ടു, ഭക്ഷണം കിട്ടിയില്ല. അപ്പോൾ ഇതിന് മുന്നേ തന്നെ സമാനമായ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങളധികം വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പം അടുത്ത പരിപാടി, ഈ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഭക്ഷണം കിട്ടിയോ ഇല്ലയോ എന്ന് അവരൊരു മെസ്സേജ് അയക്കും. അതിലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അന്ന് കിട്ടിയതാണ് ഒരു 100 രൂപേൻ്റെ ഒരു കൂപ്പൺ കിട്ടും. അതായത് അടുത്ത ബുക്കിങ്ങിൽ ഒരു 200 രൂപേൻ്റെ ഭക്ഷണം ഓർഡർ ചെയ്തെന്ന് കൂട്ടിക്കോ. ആ കൂപ്പൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫുഡിന് 100 രൂപയാവുള്ളൂ. അങ്ങനെയാണ് പൊതുവെ വരാനുള്ളത്. ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കൂപ്പൺ കോഡ് ഒരു കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് എന്തായാലും കിട്ടും. ഇനിയിപ്പോൾ അടുത്ത ഭക്ഷണം ബുക്ക് ചെയ്യേണ്ടത് വിജയവാഡയിൽ നിന്നാണ്. 2 മണിക്ക് എത്തുള്ളൂ. ട്രെയിൻ ഇപ്പോൾ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇപ്പോൾ 1:15 2 മണിക്കാണ് അവിടെ എത്തേണ്ടത്. ഈ ട്രെയിൻ ഉണ്ടല്ലോ, ഒരുപാട് സ്ലാക്ക് ടൈം ഉണ്ട്.
അല്ലെങ്കിൽ നേരത്തെ തന്നെ ഡൽഹിയിൽ ഈ വണ്ടി എത്തിയാനെ. ശരിയാണ്, ശരിക്കും പറഞ്ഞാൽ അതിന്റെ സമയമൊക്കെ നോക്കുന്ന സമയത്ത് നാളെ ഉച്ചക്ക് തന്നെ എത്തേണ്ടതാണ്. പക്ഷെ ടൈം അങ്ങനെയാണ്, ഒരുപാട് സ്ലാക്ക് ടൈം ഉണ്ട്. അപ്പം ഇവിടെ നിന്ന് എത്ര മണിക്കാണ് എടുക്കുന്നതൊന്നും പറയാൻ പറ്റില്ല. ഈ സ്ഥലത്തിന്റെ പേര് കൃഷ്ണ കനാൽ ജംഗ്ഷൻ എന്നാണ്. ഇത് കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ കൃഷ്ണ നദി വരാൻ വേണ്ടി പോകുന്നത്. ദേ ഇവിടുന്ന് ഒരു ഓവർടേക്കിംഗ് ആണ്. ലിംഗംപള്ളി വിശാഖപട്ടണം ജന്മഭൂമി എക്സ്പ്രസ് ആണിത്. പുഷ്പുള്ളാണല്ലോ. ഇതിനും പുഷ്പുള്ളൊക്കെ ഉണ്ട് കേട്ടാ. കൃഷ്ണ റിവർ. ഈ ഭാഗത്ത് വെള്ളം ഇല്ലാന്ന് തന്നെ പറയാം കേട്ടോ. അവിടെയാണ് കുറച്ചെങ്കിലും ഉള്ളത്. ഈ മുന്നിൽ കാണുന്ന ട്രാക്കില്ലേ, അതുവഴി കൂടുതലും ഗുഡ്സുകളാണ് കടന്നു പോവുക. ഇവിടെ തന്നെ ഒട്ടും തന്നെ ഉള്ളൂ. ഇതാ മണൽ കാണാം. ഓരോരോ ഭാഗത്തായിട്ടാണ് വെള്ളം ഉള്ളത്. ഇവിടെ നിർത്തുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട്. എതിർവശത്തുള്ള ട്രാക്കാണ്. പാലത്തിന്റെ കറക്റ്റ് നടുഭാഗത്തായിട്ട് തന്നെ ഇതാ ട്രെയിൻ നിർത്തിയിരിക്കുകയാണ്. ഇതുവഴി നടക്കാനുള്ള ചെറിയൊരു സ്ഥലമുണ്ട്. ആൾക്കാരൊക്കെ, അതായത് ഈ കച്ചവട ആൾക്കാരൊക്കെ ഇതാ ഒരു സാധനം കൊണ്ട് നടന്നു വരുന്നുണ്ട്. വിജയവാഡ എത്തി. 1:50. 10 മിനിറ്റ് മുന്നേ എത്തി. ഇവിടെ 2 മണിക്കാണ് എത്തേണ്ടത്. എന്നിട്ട് 10 മിനിറ്റ് സ്റ്റോപ്പ്. ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം. നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുന്തിരി വാങ്ങിക്കാമെന്ന് കരുതി. ഇവിടെ ഫ്രഷ് മുന്തിരി ഉണ്ട്, പാക്കറ്റായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ പഴമുണ്ട്. 50 രൂപ അല്ലേ? ഒരെണ്ണം വാങ്ങിച്ചോ. വിജയവാഡയിൽ നിന്ന് നമ്മൾ പറഞ്ഞ ഭക്ഷണം ഇതാ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ഇനി നമ്മൾ യാത്ര ചെയ്യുന്ന മില്ലേനിയം എക്സ്പ്രസിനെ പറ്റി പറയാം. ഇത് സദേൺ റെയിൽവേയിൽ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള ട്രെയിനാണ്. എറണാകുളത്തിനും ഹസ്രത്ത് നിസാമുദ്ദീനും ഇടയിൽ ഈ ട്രെയിനാകെ 26 സ്റ്റോപ്പുകളാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങിയ വർഷം 2000-ലാണ്. ഈ ട്രെയിൻ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ ഹരിയാന, രാജസ്ഥാൻ ഭാഗത്ത് കയറുന്നുണ്ട്. ഫൈനലി നമ്മൾ ഡൽഹിയിലേക്ക് പ്രവേശിക്കും. വാങ്ങിച്ച താലി ഇതാണ്.
അപ്പോൾ റൈസിന് ഇത്രയുണ്ട്, പിന്നെ ഓരോരോ കറികളുണ്ട്. ഇത് നമ്മുടെ ദാലാണ്, പരിപ്പ് കറി, പിന്നെ ഇതാ സാമ്പാർ, പിന്നെ അതിൻ്റെ കൂടെ വേറെ ഒരു കറി കൂടി ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊരു സ്വീറ്റാണ്, പിന്നെ ഇവിടെ ഒരു അച്ചാറുണ്ട്, പിന്നെ ഇതാ റൊട്ടി, ഒരു 2 റൊട്ടിയുണ്ട്. പിന്നെ ഈ കാണുന്നില്ല, ഇത് സാമ്പാറാണ്, നല്ല ചൂട് സാമ്പാർ, എക്സ്ട്രാ ഉള്ള വേറെ സാമ്പാറാണ്. അപ്പോൾ ഇതാണ് ഉച്ചയ്ക്ക് കഴിക്കുന്ന ആ ഫുഡ്. നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എന്തായാലും റൈസ് ഉണ്ട്. ട്രെയിൻ അങ്ങനെ തെലങ്കാനയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഖമ്മം സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. സ്റ്റേഷൻ്റെ നവീകരണം കാണാം. ട്രെയിനിപ്പോൾ 120 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വറങ്കലിലേക്ക് ഇനിയും പോകാനുണ്ട്. 5 മണി കഴിയും. തെലുങ്കാനയിലെ ഈ ട്രെയിനിൻ്റെ ഒരേ ഒരു സ്റ്റോപ്പായ വറങ്കലിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 5:10. ഈ ട്രെയിന് സ്റ്റോപ്പുകൾ വളരെയധികം കുറവാണ്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ട്രെയിനിലെ 2ാമത്തെ ദിവസമാണല്ലോ, അതുപോലെ തന്നെ ഇപ്പം തെലുങ്കാന എത്തി. ഇതുവരെ സ്ലീപ്പർ ക്ലാസ്സിൽ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് ഒരാൾ പോലും കയറിയില്ല. അതുപോലെ തന്നെ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകാരും ഈ ട്രെയിനിലില്ല. അത് പറഞ്ഞു വന്നത് കേരളം വിട്ട് കഴിഞ്ഞാൽ ട്രെയിനുകൾ, അതായത് സ്ലീപ്പർ ക്ലാസ് ജനറൽ ആവുന്നതാണ് പൊതുവെ വിചാരം. എല്ലാ ട്രെയിൻ അങ്ങനെ ഇല്ല. ഈ പറഞ്ഞ മില്ലേനത്തിൽ നമുക്ക് കാര്യമായിട്ടുള്ള മോശം അനുഭവം തന്നെ ഇതുവരെ ഉണ്ടായില്ല. പിന്നെ നിങ്ങൾ ഡൽഹിയിൽ അല്ലെങ്കിൽ നോർത്തിന്റെ ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ ഈ സമയത്ത് സ്ലീപ്പർ അപേക്ഷിച്ച് AC എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പുറപ്പുറത്തിൻ്റെ ഒക്കെ മേലെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. അതായത് വെന്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് മഹാരാഷ്ട്രയിലെ ബൽഹാർഷയിലാണ്. 243 കിലോമീറ്ററിൻ്റെ യാത്ര ചെയ്യാൻ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിൽ നിന്ന് തമിഴ്നാട്ടിലെ MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന ആന്തമാൻ എക്സ്പ്രസ്. ഇപ്പോഴും ഉത്കൃഷ്ട കോച്ചുകൾ കൊണ്ട് ദൂരത്തിലോടുന്ന ഒരു ട്രെയിൻ തന്നെയാണിത്. ഇതൊക്കെ ഇപ്പോൾ വൈകാതെ തന്നെ LHPയിലേക്ക് മാറുന്നത് നമുക്ക് വിശ്വസിക്കാം. നാളെ ഇനിയിപ്പോൾ ഇത് ചെന്നൈയിലെത്തും. സ്ലീപ്പറിലൊന്നും വലിയ തിരക്കേ ഇല്ല ഇതിൻ്റെ. അത് പോയി. ഇതുവഴി ചെറിയൊരു റോഡൊക്കെ ഉണ്ട്. ബൽഹാർഷെത്തുമ്പോൾ എന്തായാലും നല്ല ലേറ്റ് ആവും. അതായത് ഒരു 8:30 കഴിയും. കടകളൊന്നും അധികം തുറന്നിട്ടൊന്നുമില്ല. ഇതൊരു ഞായറാഴ്ചയാണ്, അത് വേറെ കാര്യം. അതുകൊണ്ടാകാം വളരെ കുറച്ച് വണ്ടികൾ മാത്രം. നമ്മൾ യാത്ര ചെയ്യുന്ന S9 കോച്ചിലെ വാഷേരിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ബ്ലോക്കായിട്ടാണ് ഉള്ളത്. അതായത് ഈ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ അതിലേക്ക് തന്നെയാണ് ഇടുന്നത്. അതാണിത് ബ്ലോക്ക് ആവാനുള്ള മെയിൻ കാരണം. ഇനിയിപ്പോൾ OBH സ്റ്റാഫ്സ് ബൽഹാർഷ ഭാഗത്ത് നിന്ന് വരും, എന്നിട്ട് അവർ വന്നിട്ട് ഇത് ക്ലീൻ ആക്കും. എറണാകുളത്ത് നിന്നും 1511 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ മഹാരാഷ്ട്രയിലെ ബൽഹാർഷ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 8:55 തന്നെ വണ്ടി എത്തി. 4ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി എത്തിയത്. ഇവിടെ 5 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ ഈ സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളത് നാഗ്പൂരാണ്. ഇപ്പോഴേ എത്തൂല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കയറേണ്ടി വരും. അതുപോലെ തന്നെ ഞങ്ങൾ ഓൺലൈനിൽ ഓൾറെഡി ഭക്ഷണം ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സീറ്റിലേക്ക് കൊണ്ട് തരും. ഇതാ ഇവിടെ സ്റ്റേഷനിൽ തന്നെ
വെജ് ബിരിയാണിയും എഗ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ സ്റ്റേഷനിലായാലും വന്നിട്ട് വാങ്ങിക്കാം. ബൽഹാർഷ ഇത് സെൻട്രൽ റെയിൽവേ ആണേ. അതോടൊപ്പം തന്നെ ഇതാ അൺറിസേർവ്ഡ്. വലിയ തിരക്കൊന്നുമില്ല പറയാം. അതാ ഇവിടെ നിന്ന് ഇപ്പോൾ ട്രെയിൻ എടുക്കാനായി. അതുപോലെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഭക്ഷണം നമ്മുടെ ബർത്തിൽ തന്നെ കൊണ്ടു തന്നു. ഇതിൻ്റെ ജനറൽ പോവുകയാണെങ്കിൽ ഇതാ വലിയ കുത്തി നിറച്ചിട്ടില്ല, അങ്ങനത്തെ തിരക്കൊന്നുമില്ല കേട്ടോ. സീറ്റൊക്കെ ഉണ്ട്. ഓർഡർ ചെയ്ത് വാങ്ങിച്ച ഭക്ഷണം ഇതാണ്. റൊട്ടി സബ്ജിയാണ്. ഇതൊരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയാണ്. പിന്നെ ഇതാ ഇവിടെ ഇതിൻ്റെ അകത്തും റൊട്ടിയുണ്ട്, ഇതാ ഇതിൻ്റെ അകത്തും റൊട്ടിയുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഉപ്പുണ്ട്, സാൾട്ട്, പിന്നെ ഒരു ടൈം പാസ് മൗത്ത് ഫ്രഷ്നർ ഉണ്ട്, ഒരു മാങ്ങ അച്ചാറുണ്ട്, പിന്നെ കുറച്ച് ഉള്ളിയുണ്ട്, പിന്നെ ഒരു യോഗട്ട് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിക്ക് കഴിക്കുന്ന ഭക്ഷണം ഇതാണ്. നമ്മൾ ഈ ഓൺലൈൻ വഴി ഓർഡർ എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഗ്ഗി സൊമാറ്റോ വഴിയല്ല, ഫുഡ് ഓൺ ട്രാക്ക് വഴിയാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ PNR നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണം സൊമാറ്റോ വഴിയും സ്വിഗ്ഗി വഴിയും ബുക്ക് ചെയ്യാം. ട്രെയിൻ ഇപ്പോൾ ചന്ദ്രപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നിലവിൽ ഈ ട്രെയിൻ സ്റ്റോപ്പൊന്നുമില്ല. ജനറൽ ക്ലാസിന്റെ ഭാഗം നമുക്ക് ഇവിടെ തന്നെ കാണാം. അതാ അൺറിസേർവ്ഡ് ക്ലാസ്, വലിയ തിരക്കൊന്നുമില്ല കണ്ടതാ. ഈ ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പിന് നാഗ്പൂരാണ്. പുലർച്ചെ 12:30 ആവും. അതോടൊപ്പം തന്നെ നാളെ രാവിലെ മുതൽ ഇനിയിപ്പോൾ മധ്യപ്രദേശിലത്തെ കാഴ്ചകളായിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. മില്ലിയൻ എക്സ്പ്രസിന്റെ പാർട്ട് 2 അടുത്ത ദിവസം കാണാം. അതുപോലെ തന്നെ എന്താ പറയാ, അടുത്ത ദിവസം മനു പറഞ്ഞ പോലെ മധ്യപ്രദേശിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ ഉത്തർപ്രദേശ്, പിന്നെ അങ്ങനെ വൈകുന്നേരം നമ്മൾ ഡൽഹി എത്തിച്ചേരും. ഈ ട്രെയിൻ ഇതിന് ഇടയിൽ വലിയ സ്റ്റോപ്പൊന്നുമില്ല. നാഗ്പൂര്, അതുപോലെ തന്നെ എന്താ പറയാ ഇറ്റാസി, കിടക്കൽ, അങ്ങനെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം പിന്നെ ഈ ട്രെയിൻ ആഗ്രയിൽ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഈ ട്രെയിൻ ആഗ്രയിൽ ഒരുപാട് മലയാളീസ് ഒക്കെ നമ്മുടെ ഈ കോച്ചിൽ തന്നെ ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, മില്ലിയൻ എക്സ്പ്രസിന്റെ 1ാമത്തെ ഭാഗം വീട് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് വഴിയുടെ മറ്റൊരു സംഘടനയിലേക്കും ബൈ.